ഹായ്, ഋഷിക HR സൊല്യൂഷൻസിലെ ഈ ആഴ്ചത്തെ വേക്കൻസീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ വേക്കൻസി വരുന്നത് സെയിൽസ് ട്രെയിനർ എന്ന ഡെസിഗ്നേഷൻ ആണ്. ക്വാളിഫിക്കേഷൻ MBA അല്ലെങ്കിൽ എനി ഗ്രാജുവേഷൻ, 4 to 5 years എക്സ്പീരിയൻസ് പ്രോഡക്റ്റ് ട്രെയിനിങ്ങിലോ അല്ലെങ്കിൽ സെയിൽസ് ട്രെയിനറായിട്ടോ എക്സ്പീരിയൻസ് ഉള്ള ക്യാൻഡിഡേറ്റ്സിനെയാണ് നോക്കുന്നത്. ജോബ് ലൊക്കേഷൻ വരുന്നത് തൃക്കാക്കരയാണ്. ഇൻഡസ്ട്രി ലോജിസ്റ്റിക്സ് കമ്പനി. സാലറി വരുന്നത് 30K to 35K ആണ്. അടുത്ത വേക്കൻസി വരുന്നത് എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്ന ഡെസിഗ്നേഷൻ ആണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് എനി ഗ്രാജുവേഷൻ, എക്സ്പീരിയൻസ് ഒരു 2 to 3 years എക്സ്പീരിയൻസ് ഓഫീസ് സ്റ്റാഫായിട്ട് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിട്ടോ അല്ലെങ്കിൽ ഓഫീസ് വർക്കിൽ എക്സലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉള്ള മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ഫീമെയിൽ ക്യാൻഡിഡേറ്റിനെയാണ് നോക്കുന്നത്. ജോബ് ലൊക്കേഷൻ വരുന്നത് എടപ്പള്ളിയാണ്. കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള ഒരു റെപ്യൂട്ടഡ് കാറ്ററിംഗ് കമ്പനിയിലേക്കാണ് നമുക്ക് ആ വേക്കൻസി വരുന്നത്. സാലറി വരുന്നത് 20K to 25K ആണ്. അടുത്ത വേക്കൻസി വരുന്നത് IT സിസ്റ്റം അഡ്മിൻ്റെ വേക്കൻസിയാണ്. ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ, എക്സ്പീരിയൻസ് ഒരു 4 to 5 years എക്സ്പീരിയൻസ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററായിട്ട് എക്സ്പീരിയൻസ് ഉള്ള മെയിൽ ക്യാൻഡിഡേറ്റ്സിനാണ് പ്രിഫർ ചെയ്യുന്നത്. ജോബ് ലൊക്കേഷൻ വരുന്നത് എടപ്പള്ളി. ഈ സെയിം കമ്പനിയിലേക്ക് തന്നെയാണ്, റെപ്യൂട്ടഡ് കാറ്ററിംഗ് കമ്പനിയിലേക്കാണ് നമുക്ക് ആ വേക്കൻസി ഉള്ളത്. 20K to 25K ആണ് സാലറി പറയുന്നത്. പ്ലസ് അക്കോമഡേഷനും ഫുഡും ഉണ്ടാവും. അടുത്ത വേക്കൻസി വരുന്നത് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്ന ഡെസിഗ്നേഷൻ ആണ്. സെയിം കമ്പനിയിലേക്ക് തന്നെയാണ്. ക്വാളിഫിക്കേഷൻ ഇനി ഗ്രാജുവേഷൻ, എക്സ്പീരിയൻസ് 2 to 3 years എക്സ്പീരിയൻസ് ഫ്രണ്ട് ഓഫീസിൽ എക്സ്പീരിയൻസ് ഉള്ള ക്യാൻഡിഡേറ്റ്സിനാണ് നോക്കുന്നത്. സാലറി വരുന്നത് 15K to 16K ആണ്. അടുത്ത വേക്കൻസി വരുന്നത് മീഡിയ ഓപ്പറേഷൻസ് ആൻഡ് പാർട്ണർഷിപ്പ് എക്സിക്യൂട്ടീവ് എന്ന ഡെസിഗ്നേഷൻ ആണ്. ക്വാളിഫിക്കേഷൻ ഇനി ഗ്രാജുവേഷൻ ഒരു 2 to 3 years എക്സ്പീരിയൻസ് മീഡിയയിലോ അഡ്വർടൈസിംഗ് ഫേമിലോ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്ത്, അതായത് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ഗൂഗിൾ ആഡ് വഴി പ്രൊമോഷൻ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ക്യാൻഡിഡേറ്റ്സിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഇംഗ്ലീഷും മലയാളവും ഫ്ലുവൻ്റ് ആയിരിക്കണം. സാലറി വരുന്നത് 25K to 30K ആണ്. ജോബ് ലൊക്കേഷൻ കൊച്ചിൻ. ഇൻഡസ്ട്രി മീഡിയ. അടുത്ത വേക്കൻസി വരുന്നത് മീഡിയ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന ഡെസിഗ്നേഷൻ ആണ്. ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിനാണ് പ്രിഫർ ചെയ്യുന്നത്. ജോബ് ലൊക്കേഷൻ കൊച്ചിനാണ്. ഇൻഡസ്ട്രി മീഡിയ ആണ്. B2B സെയിൽസിൽ ഒരു 2 to 3 years എക്സ്പീരിയൻസ് ഉള്ള ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിനാണ് പ്രിഫർ ചെയ്യുന്നത്. ജോബ് ലൊക്കേഷൻ കൊച്ചിൻ. സാലറി വരുന്നത് 20K to 25K ആണ്. അടുത്ത വേക്കൻസി വരുന്നത് ഷെയർ ട്രേഡിംഗ് എക്സിക്യൂട്ടീവ് എന്ന ഡെസിഗ്നേഷൻ ആണ്. ക്വാളിഫിക്കേഷൻ ഇനി ഗ്രാജുവേഷൻ, 2 to 3 years എക്സ്പീരിയൻസ് ബാങ്കിങ് സെക്ടറുകളിലോ ഷെയർ ട്രേഡിങ്ങിലോ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ക്യാൻഡിഡേറ്റ്സിനാണ് നോക്കുന്നത്. ജോബ് ലൊക്കേഷൻ പാലാരിവട്ടം ഇൻഡസ്ട്രീസ് ഷെയർ ട്രേഡിംഗ് ഫേം ആണ്. സാലറി വരുന്നത് 20K to 25K ആണ്. അടുത്ത വേക്കൻസി വരുന്നത് ഓഫീസ് സ്റ്റാഫ് എന്ന ഡെസിഗ്നേഷൻ ആണ്. ക്വാളിഫിക്കേഷൻ എനി ഗ്രാജുവേഷൻ, എക്സ്പീരിയൻസ് ഒരു 1 to 2 years അത്യാവശ്യം എക്സൽ നോളജും ക്ലയൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു കഴിവും ഉണ്ടായിരിക്കണം. അതായത് ഇൻഷുറൻസ് ഫീൽഡിലേക്കാണ്. ഇൻഷുറൻസിലെ ഡേറ്റാബേസ് കൊടുക്കുമ്പോൾ അതിലെ ആൾക്കാരെ വിളിച്ചിട്ട് അവരുടെ ഡേറ്റാസ് കളക്ട് ചെയ്യുക, അതുപോലെ തന്നെ അവരെ കൊണ്ട് ഇൻഷുറൻസ് എടുപ്പിക്കുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും വരുന്നുണ്ട്. ടാർഗറ്റ് ഓറിയൻറ്റഡ് ജോബ് ആയിരിക്കില്ല. സാലറി വരുന്നത് 15K to 17K ആണ്. ജോബ് ലൊക്കേഷൻ പാലാരിവട്ടം. അടുത്ത വേക്കൻസി വരുന്നത് QC അല്ലെങ്കിൽ പ്ലാനിംഗ് എഞ്ചിനീയർ എന്ന ഡെസിഗ്നേഷൻ ആണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് BTech സിവിൽ ആണ്. എക്സ്പീരിയൻസ് 2 to 3 years എക്സ്പീരിയൻസ് QCയിലും പ്ലാനിംഗ് എഞ്ചിനീയർ ആയിട്ടും എക്സ്പീരിയൻസ് ഉള്ള ക്യാൻഡിഡേറ്റ്സിനാണ് പ്രിഫർ ചെയ്യുന്നത്. രണ്ടും 2 വേക്കൻസിയാണ്. QC എഞ്ചിനീയർ അല്ലെങ്കിൽ പ്ലാനിംഗ് എഞ്ചിനീയർ, അല്ലെങ്കിൽ 2 വേക്കൻസി ഉണ്ട്. എക്സ്പീരിയൻസ് 2 to 3 years എക്സ്പീരിയൻസ് QCയിലും പ്ലാനിങ്ങിലും എക്സ്പീരിയൻസ് ഉള്ള ക്യാൻഡിഡേറ്റ്സിനാണ് നോക്കുന്നത്. ജോബ് ലൊക്കേഷൻ വരുന്നത് കൊച്ചിനാണ്. ഇൻഡസ്ട്രി ബിൽഡേഴ്സ്. സാലറി വരുന്നത് 20K to 25K ആണ്. അടുത്ത വേക്കൻസി വരുന്നത് സിവിൽ സൈറ്റ് സൂപ്പർവൈസർ എന്ന ഡെസിഗ്നേഷൻ ആണ്. ക്വാളിഫിക്കേഷൻ BTech സിവിലാണ്. എക്സ്പീരിയൻസ് 2 to 3 years എക്സ്പീരിയൻസ് ഹൈറൈസ് ബിൽഡേഴ്സിൽ ബിൽഡിങ്ങിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ക്യാൻഡിഡേറ്റ്സിനാണ് പ്രിഫർ ചെയ്യുന്നത്. ജോബ് ലൊക്കേഷൻ 2 വേക്കൻസി കൊച്ചിയിലും 2 വേക്കൻസി ട്രിവാൻഡ്രത്തുമാണ് ഉള്ളത്. സാലറി വരുന്നത് 25K to 30K ആണ്. അടുത്ത വേക്കൻസി വരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന ഡെസിഗ്നേഷൻ ആണ്. ക്വാളിഫിക്കേഷൻ എനി ഗ്രാജുവേഷൻ, ഫ്രഷേഴ്സിനാണ് പ്രിഫർ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള ക്യാൻഡിഡേറ്റ്സിനാണ് നോക്കുന്നത്. സാലറി വരുന്നത് 15K ആണ്. ഇൻഡസ്ട്രി ട്രേഡിംഗ് കമ്പനിയാണ്. പാലാരിവട്ടം ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രേഡിംഗ് കമ്പനിയിലേക്കാണ് നമുക്ക് ആ വേക്കൻസി വരുന്നത്. അടുത്ത വേക്കൻസി വരുന്നത് സേഫ്റ്റി ഓഫീസർ എന്ന ഡെസിഗ്നേഷൻ ആണ്. ക്വാളിഫിക്കേഷൻ BTech ആണ് ചോദിക്കുന്നത്. നെബോഷ് സർട്ടിഫിക്കേഷനുള്ള ക്യാൻഡിഡേറ്റ്സിനാണ് പ്രിഫർ ചെയ്യുന്നത്. ഒരു 4 to 5 years എക്സ്പീരിയൻസ് ഉള്ള ക്യാൻഡിഡേറ്റ്സിനാണ് നോക്കുന്നത്. സാലറി വരുന്നത് 25K to 30K ആണ്. ജോബ് ലൊക്കേഷൻ തൃക്കാക്കര ഇൻഡസ്ട്രി ലോജിസ്റ്റിക്സ് കമ്പനി.
അടുത്ത വേക്കൻസി വരുന്നത് സർവീസ് കോർഡിനേറ്റർ എന്ന ഡെസിഗ്നേഷൻ ആണ്. ക്വാളിഫിക്കേഷൻ എനി ഗ്രാജുവേഷൻ എക്സ്പീരിയൻസ് 1 to 2 years ചോദിക്കുന്നുണ്ട്. ഈ ഇൻഡസ്ട്രി വരുന്നത് ബിൽഡേഴ്സിൽ, അതായത് കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ യൂസ് ചെയ്യുന്ന മെഷീനറീസിൻ്റെ സെയിൽസും സർവീസുമാണ്. അപ്പോൾ അവരുടെ സെയിൽ ചെയ്യുന്ന എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അവർ സർവീസിന് വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ അതിൻ്റെ സർവീസ് എഞ്ചിനീയേഴ്സിനെയും വിട്ടിട്ട് അത് കംപ്ലയിൻറ്റ് ക്ലോസ് ചെയ്യുക എന്നുള്ള ഒരു ഡെസിഗ്നേഷനാണ് സർവീസ് കോർഡിനേറ്റർ ഉള്ളത്. ജോബ് ലൊക്കേഷൻ വരുന്നത് കളമശ്ശേരിയാണ്. ഇൻഡസ്ട്രി ബിൽഡിംഗ് മെറ്റീരിയലിൻ്റെ ഇൻഡസ്ട്രിയാണ്. അടുത്ത വേക്കൻസി വരുന്നത് പാക്കിംഗ് ആൻഡ് ഹൈജീൻ കൺട്രോൾ ജോബാണ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് +2 ആണ്. 10th +2 മതി. ഒരു 35 years ഏജിന് താഴെയുള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സാണ് നോക്കുന്നത്. കളമശ്ശേരി ബേസ് ചെയ്തിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് കമ്പനിയിലേക്കാണ് വേക്കൻസി ഉള്ളത്. സാലറി വരുന്നത് 10,000 പ്ലസ് ESI PF പ്ലസ് ട്രാവലിംഗും ഉണ്ടായിരിക്കും. ട്രാവലിംഗ് അലവൻസും ഉണ്ടായിരിക്കും. അതായത് മെഡിക്കൽ ക്ലോത്ത്സ്, ക്യാപ്പ്, ഗ്ലൗസ്, മാസ്ക് അതിൻ്റെയൊക്കെ പാക്കിംഗ് ആയിരിക്കും ജോബ് റെസ്പോൺസിബിലിറ്റി വരുന്നത്. ഈ ആഴ്ചത്തെ വേക്കൻസീസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച പുതിയ വേക്കൻസീസുമായി വീണ്ടും കാണാം. താങ്ക്